നമ്മുടെ സ്കൂളിൽ പുതുതായി തുടങ്ങുന്ന ആർട്ട് ലാബിൽ അതിൽ കുട്ടികളുടെ 1000 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന സന്ദേശം നോ ടു ഡ്രിങ്ക്സ്, നോ ടു വയലൻസ് എന്നാണ്. കുട്ടികളിലെ അക്രമവാസനകൾ മാറ്റി നല്ല കഴിവുകൾ ലഹരിയാക്കി മാറ്റി ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഇതിൻ്റെ സന്ദേശം. നമ്മുടെ സ്കൂളിലെ ആർട്ട് ലാബിൻ്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച രാജേഷ് മാഷക്ക് എല്ലാവിധ ആശംസകളും. കൂടാതെ ഈ പ്രവർത്തനം വളരെയധികം ഉയരത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗിരീശൻ ഭട്ടതിരിപ്പാട്. ഞാൻ വന്നേരി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ നിലയ്ക്ക് തന്നെ ചിത്രകലയോട് സാമ്യമുള്ള അല്ലെങ്കിൽ ചിത്രകലയ്ക്ക് വേണ്ടി വന്നേരി സ്കൂളിൽ തുടങ്ങുന്ന പുതിയൊരു പദ്ധതി, അത് ഒരു ആർട്ട് റൂം, ഒരു ആർട്ട് ലാബ്, അത് കുട്ടികൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ചിത്രകല ആസ്വദിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു അവസരത്തിൽ ചിത്രകല അല്ലെങ്കിൽ കല തന്നെ നമ്മളൊരു ലഹരിയായി കണ്ട് നമ്മുടെ മനസ്സിനും അടുത്ത തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സന്തോഷം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള ലഹരികളെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്നും അത് നമ്മളുടെ ജീവനും നമ്മുടെ സമൂഹത്തിനും ആപത്താണെന്നും ഒരു സന്ദേശം നൽകിക്കൊണ്ട് അങ്ങനെയുള്ള ലഹരികളൊന്നും ഉപയോഗിക്കാൻ ഒരാൾക്കും തോന്നാതിരിക്കട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിന് എല്ലാവിധ ആശംസകളും. ഇവിടെ പുന്നിയൂർക്കുളം ആർട്ട് ഗാലറി എന്നുള്ളൊരു കല തുടങ്ങാനൊരു കാരണം തന്നെ ചിത്രകലയ്ക്ക് കുട്ടികളെ അടുത്ത ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഗാലറിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇതിനെല്ലാ ആശംസകളും നേരെയാണ്. വന്നേരി ഹൈസ്കൂളിൽ ഒരു ആർട്ട് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. വിദ്യാർത്ഥികളുടെ 1000-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കൊണ്ട് തുടങ്ങുന്ന ഈ ആർട്ട് ഹബ്ബ് കേവലം ഒരു പ്രദർശനമല്ല, മറിച്ച് നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ സത്വം തിരിച്ചറിയാനും അവരുടെ സർഗശേഷിയെ ഭാവിയിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാനുമുള്ള മികച്ചൊരു വേദിയാണ്. ഈ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ചെറുകഥയ്ക്കുള്ള ദേശീയ തലത്തിലുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അന്ന് ആ നേട്ടത്തിന് പിന്നിൽ 2 വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ സ്കൂളിലെ മികച്ച ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ നിന്ന് ഞാൻ എടുത്ത് വായിച്ച പുസ്തകങ്ങളായിരിക്കാം ഒരുപക്ഷെ എൻ്റെ സർഗപ്രവർത്തനങ്ങൾക്ക് അടിത്തറപ്പാക്കിയത്. രണ്ടാമത്തേത്, എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ. ഒരു അധ്യാപകൻ വിചാരിച്ചാൽ ഒരു തലമുറയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും, ഉറപ്പുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി. എന്നാൽ കലയാണ് ലഹരി, കല തന്നെയാണ് ലഹരി എന്ന വലിയൊരു മുദ്രാവാക്യമാണ് ഈ ആർട്ട് ലാബിലൂടെ നമ്മൾ അധ്യാപകർ മുന്നോട്ട് വെക്കുന്നത്. കുട്ടികളെ വരയിലേക്കും സംഗീതത്തിലേക്കും സാഹിത്യത്തിലേക്കും നയിക്കുന്നതിലൂടെ അവരെ സാമൂഹ്യ ബോധമുള്ള പൗരന്മാരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അക്രമവും ലഹരിയും വെടിഞ്ഞ് കലയെ ലഹരിയാക്കി മാറ്റുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരട്ടെ. അത്തരൊരു മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മാനേജർക്കും അധ്യാപകർക്കും PTA-ക്കും രക്ഷിതാക്കൾക്കും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. എൻ്റെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ ആർട്ട് ലാബിനെ നല്ലൊരു രീതിയിൽ ഉപയോഗിക്കുക. കാരണം ഇത് നിങ്ങളെ മുന്നോട്ടുള്ള യാത്രയിലെ വലിയ പടവുകളാണിത്. ഈ പടവുകൾ സൂക്ഷ്മം സശ്രദ്ധം നിങ്ങൾ നടന്നു കയറുക. കാരണം വീഴ്ച പറ്റിയാൽ ഒരുപക്ഷെ പിന്നീട് ആ വീണ ഇടത്തു നിന്ന് നിങ്ങൾക്കൊരിക്കലും നീക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. ലഹരിയുടെ മായിക വലയത്തിൽ വീണ് നൈമിഷികമായ ആ ഒരവസ്ഥയിലൂടെ കടന്നുപോയി ജീവിതം ഹോമിക്കപ്പെട്ട അനേകം മനുഷ്യർ നമ്മളെ ചുറ്റുമുണ്ട്. അവർ നേടിയത് വേദനാജനകമായ ഒരു ജീവിതമാണ്. വേദനിച്ച് പിടയുന്ന ഒരവസ്ഥയിൽ അവർ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ലഹരിയിലൂടെ കടന്നുപോയവരാരും ലോകത്തിന് ഒരു നന്മയും പ്രദാനം ചെയ്തിട്ടില്ല. മറിച്ച് കല എന്ന ലഹരിയിലൂടെ കടന്നുപോയവരാണ് ലോകത്തിന് നന്മയിൽ അധിഷ്ഠിതമായ ഒരു സംഭാവനകൾ നൽകിയത്. അവരെ ലോകം മികച്ച രീതിയിൽ ഓർക്കുന്നു, വീണ്ടും വീണ്ടും അവരെക്കുറിച്ച് പറയുന്നു, സംസാരിക്കുന്നു. അത്തരത്തിൽ നിങ്ങളെക്കുറിച്ച് ലോകം നാളെ ധാരാളം പറയുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയണം. അതിനുള്ളൊരു ഭൂമിക ഈ വന്നേരി നാട്ടിലെ വന്നേരി ഹൈസ്കൂളിനുണ്ട്.
കാരണം വന്നേരി ഹൈസ്കൂൾ നിൽക്കുന്നത് വന്നേരി നാട്ടിലാണ്. വന്നേരി നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് നാലപ്പാട്ട് നാരായണ മേനോന്റെ പാരമ്പര്യമാണ്, ബാലാമണി അമ്മയുടെ പാരമ്പര്യമാണ്, മാധവിക്കുട്ടിയുടെ പാരമ്പര്യമാണ്, പൊന്നൂർക്കുളം ഈ ബാപ്പുവിന്റെ പാരമ്പര്യമാണ്. അങ്ങനെ അനേകം മഹാരഥന്മാർ നടന്ന് അനുഗ്രഹീതമായ ഒരു ഭൂമികയാണ് ഈ വന്നേരി നാട്. ഈ വന്നേരി ഹൈസ്കൂളിന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രയോ മഹാരഥന്മാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്കൂളിന്റെ മണ്ണിൽ നിന്നും പകർന്ന വെളിച്ചത്തിന്റെ അരികെ പറ്റിയാണ് ഓരോ മനുഷ്യരും മുന്നോട്ട് പോയത്. എനിക്കറിയാം, ഞാൻ ആ സ്കൂളിന്റെ ആ വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഈ സ്കൂളിന്റെ ആ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നുപോയി നാളെ അറ്റമില്ലാത്ത ലോകത്തിലേക്ക് നടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഈ ആർട്ട് ലാബിനെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. കുട്ടികൾക്ക് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് വളരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. നമസ്കാരം. വന്നേരി ഹൈസ്കൂൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ആർട്ട് ലാബിലൂടെ. അഭിനന്ദനങ്ങൾ. നമുക്ക് ആഘോഷമാക്കാം. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പലതിനോടും അടുപ്പം പുലർത്തിയാണ് ജീവിക്കുന്നത്. ഇഷ്ടങ്ങളോട്, ശീലങ്ങളോട്, സ്വപ്നങ്ങളോട്, ആഗ്രഹങ്ങളോട്. അങ്ങനെ ആർട്ട് ലാബിലൂടെ നമുക്ക് വരകളോടും നിറങ്ങളോടും കൂട്ടുകൂടാം. നമ്മളെ നശിപ്പിക്കുന്ന ചിന്തകളോടും ശീലങ്ങളോടും മാറ്റി നിർത്തി നമുക്ക് നല്ല ചിന്തകളോടും സ്വപ്നങ്ങളോടും അടിമപ്പെടാം. ഈ ആർട്ട് ലാബ് യുവതലമുറയ്ക്ക് സുരക്ഷിതവും സൃഷ്ടിപരമായ ചിന്തകളും വളരാനുള്ള ഒരിടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കൂട്ടുകാരെ, നമ്മുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരിടമാണിത്. ലോകം ഇന്ന് ലഹരിയുടെയും അക്രമത്തിൻ്റെയും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടത് കലയുടെ ലഹരിയാണ്. മനസ്സിനെ കീഴടക്കുന്ന തെറ്റായ ശീലങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് ഒരു ചിത്രം വരയ്ക്കുമ്പോഴോ ഒരു ശില്പം നിർമ്മിക്കുമ്പോഴോ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴോ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി. ആ നിറങ്ങളിലും രൂപങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ലോകം കണ്ടെത്തുക. ലഹരിയുടെ കറുത്ത ഇരുട്ടിലേക്കല്ല, കലയുടെ വർണ്ണപ്രഭയിലേക്കാണ് നാം ഉണരേണ്ടത്. ഈ ആർട്ട് ലാബ് നിങ്ങളുടെ സർഗാത്മകതയുടെ ചിറകുകൾ വിരിക്കട്ടെ. ഇവിടെ വിരിയുന്ന ഓരോ സൃഷ്ടിയും നന്മയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാകട്ടെ. ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നന്ദി. പ്രിയപ്പെട്ട കുട്ടികളെ, ലഹരിക്കെതിരെ കലയുടെ വർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ആർട്ട് ലാബിന് തുടക്കം കുറിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രാജേഷ് മാഷിന് അഭിനന്ദനങ്ങൾ. വന്നേരി സ്കൂളിൻ്റെ ആർട്ട് ലാബ് പ്രവർത്തനം ഈ വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ ഭാഗമായി 1000-ഓളം വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുട്ടികളിലേക്ക് മാത്രമല്ല സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സേ നോ ടു ഡ്രഗ്സ്, നോ ടു വയലൻസ്. മറ്റെന്തിനേക്കാളും ലഹരി നൽകുന്നത് കലാകായിക പ്രവർത്തനങ്ങളാണെന്നും ജീവിതത്തിലുടനീളം നിലനിൽക്കുമെന്നൊരു സന്ദേശമാണ് ഇതിലൂടെ പകർന്നു നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു വർഷത്തോളം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാജേഷ് മാഷിനും സ്കൂളിന്റെ മറ്റ് പിന്തുണയ്ക്കുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇതൊരു വൻ വിജയമാക്കി മാറ്റണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വന്നേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഒരു ആർട്ട് ലാബ് ഒരുക്കുക എന്നത് കുറച്ച് മാസങ്ങളായി അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട്. ഒരു സർഗാത്മകമായി കുട്ടിക്ക് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഒരു പ്രത്യേക ഇടം ഒരു വിദ്യാലയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമാണ്. അക്കാഡമിക്കായ പ്രവർത്തനമായാലും ശരി, കോ കരിക്കുലറായാലും ഏതോ ആവട്ടെ, കുട്ടികളെ അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ ആത്മാംശം ഉൾക്കൊള്ളുന്ന ഒരു കലാപ്രവർത്തനം, അത് ചിത്രങ്ങളായാലും ശരി, കവിതയോ കഥയോ എന്തോ ആവട്ടെ. ഇപ്പം നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് പെൻസിലോ പെയിൻറ്റോ ക്യാൻവാസിലേക്ക് പകർത്താനുള്ളൊരു ഇടാണ്. എങ്കിലും തൻ്റെ ഉള്ളിലുള്ള നൊമ്പരങ്ങളെ, സന്തോഷങ്ങളെ ഒരു ക്യാൻവാസിലേക്ക് പകർത്താൻ
അതിന് ഒരു പ്രത്യേക പരിശീലനം നടത്താനൊരു അധ്യാപകൻ, ഇതൊക്കെ പന്നേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ശരി. പ്രിയ കൂട്ടുകാർക്ക് 1000 ആശംസകൾ. നിറങ്ങളുടെ ലോകം തുറന്നു വിരൽ തുമ്പിൽ വിസ്മയം. കലാശാലയിൽ ഇനി കലയുടെ ലഹരി നിറയട്ടെ. നന്മയുടെ നല്ല നാളേക്ക് വഴി തെളിയിക്കട്ടെ. ഈ ആർട്ട് ലാബ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരട്ടെ. ഈ ആർട്ട് ലാബ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരട്ടെ. പ്രിയ കൂട്ടുകാർക്ക് 1000 ആശംസകൾ. നിറങ്ങളുടെ ലോകം തുറന്നു വിരൽ തുമ്പിൽ വിസ്മയം. കലാശാലയിൽ ഇനി കലയുടെ ലഹരി നിറയട്ടെ. നന്മയുടെ നല്ല നാളേക്ക് വഴി തെളിയിക്കട്ടെ. ഈ ആർട്ട് ലാബ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരട്ടെ.